നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ നിസാൻ ഗ്രാവൈറ്റ്, അതാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള വാഹനം. ഈ വാഹനം ബേസിക്കലി നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ റെനോ ട്രൈബറാണ്. റെനോ ട്രൈബർ ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ 7 സീറ്റർ മൾട്ടിപർപ്പസ് വാഹനമാണ്. ഏറ്റവും വില കുറഞ്ഞ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് നിസാൻ്റെ ചില പഴയ വാഹനങ്ങളൊക്കെ ഉണ്ട് 7 സീറ്റർ. അതൊക്കെ വളരെ മോശം നിർമ്മാണ നിലവാരമുള്ളതായിരുന്നെങ്കിൽ ട്രൈബർ അങ്ങനെ ആയിരുന്നില്ല. ട്രൈബറിൻ്റെ നിർമ്മാണ നിലവാരം മോശമല്ല. തന്നെയല്ല, ഇൻറ്റീരിയറൊക്കെ ആണെങ്കിലും 3 നിര സീറ്റുകൾ എങ്ങനെ ഈ ഒരു സബ് 4 മീറ്റർ വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചെന്ന് തോന്നുന്ന രീതിയിൽ അത്രയധികം വിശാലമായിരുന്നു എന്നുള്ളതാണ് സത്യം. എന്തായാലും 2019 ആദ്യമായിട്ട് റെനോ ട്രൈബർ വിപണിയിലെത്തിയത്. അതിനുശേഷം 2025 ഒരു ഫേസ് ലിഫ്റ്റ് വന്നു. ഇപ്പോഴും തരക്കേടില്ലാത്ത വിൽപ്പന നേടി വരുന്നുണ്ട്. 7 വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 2 ലക്ഷത്തിലധികം ട്രൈബറുകളാണ് ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെട്ടത്. എന്ന് തന്നെയല്ല 35,000-ഓളം ട്രൈബറുകൾ എക്സ്പോർട്ട് ചെയ്തു പോയി. ഇന്ത്യയിലാണ് ട്രൈബർ നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ നിന്നാണ് ലോകം മുഴുവൻ എക്സ്പോർട്ട് ചെയ്ത് പോകുന്നതും. അങ്ങനെ തരക്കേടില്ലാത്ത വിൽപ്പന നേടി വരുന്നൊരു വാഹനമാണ്. ഈവൻ 2026 ജനുവരിയിൽ പോലും 2500 യൂണിറ്റൊക്കെ വിറ്റ് നിൽക്കുകയാണ് ട്രൈബർ. ഡ്രൈവറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന് മറ്റൊരു എതിരാളി ഇല്ല എന്നുള്ളതാണ്. അതായത് ആ സബ് 4 മീറ്റർ 7 സീറ്റർ MPV എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ മറ്റ് ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ സുഖസുന്ദരമായ വിറ്റ് വരവെയാണ് ഏറ്റവും പുതിയ നിസാൻ ഗ്രാവൈറ്റ് വന്നിരിക്കുന്നത്. നിസാനും റെനോയും ഒരേ കമ്പനി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനം വിറ്റാലും കാശ് പോകുന്നത് റെനോയിലേക്കും നിസാനിലേക്കും തന്നെ ആയിരിക്കും. എന്തായാലും കുറച്ച് കാലമായി നമ്മൾ കണ്ട് മടുത്തു ഡ്രൈവർ എന്നുള്ള സത്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ട് മടുക്കാത്ത രൂപമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഗ്രാവൈറ്റ് വന്നിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. കുറേ കൂടി സുന്ദരമായ മുൻഭാഗം, ഇൻറ്റീരിയറിൽ കുറേയൊക്കെ പുതുമകൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും ഈ വാഹനത്തിൻ്റെ ലോഞ്ച് എഡിഷൻ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ എഡിഷൻ ലോഞ്ച് ചെയ്തിരുന്നു. അത് 1000 യൂണിറ്റ് മാത്രമേ വിൽക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിൽ ഡ്യുവൽ ഡാഷ് ക്യാം, അതുപോലെ തന്നെ JBLൻ്റെ മ്യൂസിക് സിസ്റ്റം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് ടോപ്പ് എൻഡ് മാനുവൽ മോഡലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടെക്ന എന്ന മോഡലാണ്. ഈ മോഡലിൽ മോശമല്ലാത്ത കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും കാണാനുള്ള ഭംഗി തന്നെയാണ് ഈ വാഹനത്തിനെ ആദ്യമായിട്ട് നമ്മളിലേക്ക് ആകർഷിക്കുന്നതെന്നാണ് പറയേണ്ടത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വാഹനം കുറച്ചുകൂടി ഒരു SUV ആക്കി മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. മുൻഭാഗമായാലും അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു SUVയുടെ രൂപഭാവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ ഗ്രാവൈറ്റിന്. നിസാൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിസാൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആകെ പ്രധാനമായിട്ടും വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് മാഗ്നൈറ്റാണ്. മാഗ്നൈറ്റിനോടൊപ്പം തന്നെ ഇപ്പോൾ ഗ്രാവൈറ്റും ഒരു പ്രധാനപ്പെട്ട ഒരു മോഡലായിട്ട് മാറാൻ പോവുകയാണ്. റെനോയുടെ കാര്യത്തിൽ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് അറിയാമല്ലോ. ഡ്രൈവർ അല്പം വിൽപ്പന കുറഞ്ഞെങ്കിലും ഡസ്റ്റർ വരികയാണ്. ഡസ്റ്റർ നമ്മളെ ഓടിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഈ മാസം 20 തീയതി മറ്റോ ഓടിക്കാൻ വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യും. ഡസ്റ്ററിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയുമാണ്. അപ്പോൾ ഈ വാഹനം വന്നപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഒരു കാര്യം സംഭവിച്ചില്ല എന്നുള്ളൊരു ദുഃഖകരമായ കാര്യമാണ്. ഒരു 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അത് വന്നില്ല. നമ്മൾ ഡ്രൈവറിൽ കണ്ട അതേ എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും മുൻഭാഗം തൊട്ട് അങ്ങ് തുടങ്ങാം അല്ലേ. അപ്പോൾ ഗ്രാവൈറ്റ് എന്ന് പറയുന്ന വളരെ വിശാലമായ വലിയ ഒരു പേരാണ് നീട്ടിപ്പിടിച്ചാൽ കൊടുത്തിരിക്കുന്നത്. മുൻഭാഗത്ത് ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗമൊക്കെ പാടെ മാറ്റിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു LED ലൈറ്റ് സ്ട്രിപ്പാണ് തോന്നിക്കുന്ന രീതിയിൽ ഈ ഒരു മെറ്റൽ ഒരു സ്ട്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ ഡേറ്റ റണ്ണിംഗ് ലാമ്പുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഡേറ്റ റണ്ണിംഗ് ലാമ്പിൻ്റെ രൂപ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൽ മാറിയിട്ടുമുണ്ട്. LED ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിംഗിൾ എലമെൻ്റ് ആണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. വളരെ വിശാലമായ ഹെഡ്ലാമ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ക്ലിയറൻസ് ഹെഡ്ലാമ്പ്, അതിൽ ടേൺ ഇൻഡിക്കേറ്ററും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ DRL എന്ന് വിളിക്കാവുന്ന ഭാഗം. ഈ വാഹനത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാവുന്ന ഈ ഒരു C ഷേപ്പുള്ള ഈ ഒരു എലമെൻറ്റ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. അത് മുൻഭാഗം വളരെ ബോൾഡാക്കി മാറ്റിയിട്ടുമുണ്ട്. അതുപോലെ താഴെയായിട്ട് ഒരു LED ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. സെൻസേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലിൽ, അതായത് ഞാൻ പറഞ്ഞ ലിമിറ്റഡ് എഡിഷൻ മോഡലിൽ 360 ഡിഗ്രി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതും പിൻഭാഗത്തൊരു റിയർ ക്യാമറ വെച്ച് ഒപ്പിച്ച ഒരു സംഭവമാണെന്നാണ് പറയുന്നത്. അല്ലാതെ ഒരു ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ടുള്ള 360 ഡിഗ്രി ക്യാമറ അല്ല അതിലും വന്നിരിക്കുന്നത്. താഴെയായിട്ടുള്ള ഈ ഒരു C ഷേപ്പുള്ള ഭാഗത്തിൻ്റെ തുടർച്ച പോലെ ഏറ്റവും താഴെയായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ് പോലൊരു ഭാഗവും കാണാം. അതുപോലെ വളരെ വിശാലമായ ഒരു എയർ ഡാമാണ് നമ്മളവിടെ കാണുന്നത്. അങ്ങനെ മുൻഭാഗം ഭംഗിയുള്ളതുമാണ്. ഞാൻ ഈ പറഞ്ഞ കുറച്ച് SUVസുമാണ്. സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്കിതിൻ്റെ കട്ടുകളും ക്രീസുകളും ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ മുൻഭാഗം ഗംഭീരമായിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ബോണറ്റ് ലൈനിലൊന്നും വലിയ വ്യത്യാസം വന്നില്ല എന്നുള്ള കാര്യമാണ്. ഒരു V ഷേപ്പ് അല്ലെങ്കിൽ ഒരു C ഷേപ്പ്, ആ കാണുന്ന ഷേപ്പ് ഇവിടെ ആവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ ബോൾഡായിട്ടുള്ള ബോണറ്റ് ലൈനുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടുണ്ട്. ഇതിന് നമ്മളെപ്പോഴും പറയുന്ന ഈ ജപ്പാനിലൊക്കെയുള്ള കീ കാർ എന്ന് വിളിക്കുന്ന കെയ്ക്കാർ എന്നാണ് തോന്നുന്നത്. കെയ്ക്കാർ എന്ന് വിളിക്കുന്ന ആ ഒരു രൂപമാണ്. അതായത് മുൻഭാഗം വളരെ ചെറുതാക്കി ഈ ഒരു എൻജിൻ ഭാഗം വളരെ ചെറുതാക്കിയിട്ട് ഉള്ളിലേക്ക് കൂടുതൽ സ്പേസ് കൊടുക്കുന്ന ജാപ്പനീസ് ഒരു തന്ത്രവിദ്യ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ഉൾഭാഗത്ത് സ്പേസ് ധാരാളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുൻഭാഗം കടന്ന് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ
ഏറ്റവും രസകരമായ കാര്യം നിങ്ങളിത് കാണുമ്പോഴത്തേക്ക് ഇത് ഒരു എന്താണ് അലോയിലാണെന്ന് തോന്നുമെങ്കിൽ അലോയിലല്ല, അത് ഒരു ഡിസ്ക് മാത്രമാണ്, ഒരു സ്റ്റീൽ ഡിസ്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് ഭംഗിയായിട്ട്, അതായത് അലോയിലാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൻ്റെ മോഡലിൽ അല്ലെങ്കിൽ ലിമിറ്റഡ് എഡിഷൻ മോഡലിൽ പോലും ഇതിന് അലോയ് വീലില്ല, പക്ഷേ അത് തോന്നിക്കാത്ത രീതിയിൽ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 15 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഭാഗം ഒരു വളരെ ഭംഗിയുള്ള കാര്യമായിട്ട് തന്നെ പറയാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ യാതൊരു മാറ്റവും നിങ്ങൾക്ക് തോന്നില്ല. അതായത് റെനോ ട്രൈബർ കണ്ട അതേ സംഭവം തന്നെയാണ്, അതേ ലുക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മേൽഭാഗത്ത് ഒരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്, അതിന് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പിന്നെ സ്റ്റീൽ ഫിനിഷാണ് ഡോർ ഹാൻഡിലിനെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു വലിയ ക്ലാഡിങ് വീലാർച്ച് കടന്ന് അത് അങ്ങനെ താഴെ കൂടി നീളുന്നുണ്ട്. അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി അതിൽ ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗം കൊടുത്തിട്ട് അതിൽ ഗ്രാവൈറ്റ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് അതും കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ അവസാനിച്ചാൽ വീണ്ടും വീലാർച്ച് ആരംഭിക്കുന്നു. ഈ ഭാഗം വളരെ ഭംഗിയുള്ള ഒരു കട്ടിംഗ് ഒക്കെയാണ്. അതും ഈ ഒരു കോർണർ ഗ്ലാസിൻ്റെ ആ കട്ടിങ്ങും എല്ലാം നല്ല ഭംഗിയുള്ള കാര്യമാണ്. സൈഡ് പ്രൊഫൈലിന് ഒരു പ്രത്യേകത തോന്നിക്കുന്നത് അതുകൊണ്ടാണ്. അതുപോലെ മേൽഭാഗത്ത് നിങ്ങൾക്ക് കാണാം, ഇതിങ്ങനെ ഉയർന്നു വരുന്ന ഒരു റൂഫുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പിന്നിലിരിക്കുന്നവർക്ക് പോലും നല്ല ഹെഡ് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്ന് തന്നെയല്ല, ഉൾഭാഗത്തിരിക്കുമ്പോൾ നമുക്കറിയാം അത്രയധികം ക്രാംഡ് അല്ല. അതെങ്ങനെ അത് ചെയ്തെടുത്തു എന്നുള്ള അത്ഭുതകരമായ കാര്യമാണ്. അതാണ് ഈ ഒരു ജാപ്പനീസ് ഒരു ഡിസൈനിൻ്റെ ഒരു മികവായിട്ട് നമുക്ക് കാണാവുന്ന കാര്യമാണ്. പിൻഭാഗത്തേക്ക് വരുമ്പോഴും പാടെ മാറ്റങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. മുൻഭാഗത്തെ പോലെ തന്നെ LED സ്ട്രിപ്പ് ആണോ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇവിടെ ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതും ഒരു സ്റ്റീൽ ഒരു ഫിനിഷുള്ള സ്ട്രിപ്പ് മാത്രമാണ്. നിസാൻ്റെ വലിയ ലോഗോ ഇവിടെ കാണാം. അതുപോലെ തന്നെ ക്ലിയർ ലെൻസ് ടെയിൽ ലാമ്പാണ്, LED ടെയിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതും സൈഡിൽ നിന്ന് അങ്ങനെ തുടങ്ങി ഏതാണ്ട് ഹെഡ് ലാമ്പിനെ ഓർപ്പിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അതൊക്കെ ഭംഗിയാണ്. താഴെയായിട്ട് മുൻഭാഗത്ത് കണ്ട അതേ സി ഷേപ്പുള്ള ഭാഗം ആവർത്തിച്ചിരിക്കുന്നു. ഗ്രാവൈറ്റ് എന്നുള്ള വലിയ ബാഡ്ജിങ് ഇവിടെ കാണാം. പിന്നെ അത്ര ഗംഭീരമെന്ന് പറയാൻ പാടില്ലാത്ത ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറും സ്റ്റോപ്പ് ലാമ്പും ഡീഫോഗർ വൈപ്പർ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് മുൻഭാഗത്ത് കണ്ട പോലെ ഈ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗത്തിൽ സ്റ്റീൽ ഫിനിഷും ബ്ലാക്ക് ഫിനിഷുള്ള ബമ്പറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുൻഭാഗവും പിൻഭാഗവും തീർച്ചയായിട്ടും നല്ല ഭംഗിയുള്ളതാണ്. സൈഡ് പ്രൊഫൈലിൽ വലിയ മാറ്റമില്ല എന്നുള്ള കാര്യവും നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാലും ബൂട്ട് സ്പേസ് എന്ന് പറയുന്ന സംഭവം പ്രതീക്ഷിക്കരുതല്ലോ. കാരണം ഒരു 7 സീറ്റർ സഫോമീറ്റർ 7 സീറ്ററിൽ എത്രത്തോളം ഉണ്ടാവും നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. ഒന്ന് തുറന്ന് കാണാം. ഇതാ വളരെ കുറവാണ്. പക്ഷേ ഈ 2 സീറ്റുകളും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബൂട്ട് സ്പേസ് കിട്ടും. അപ്പോൾ എപ്പോഴും ഈ 7 പേര് സഞ്ചരിക്കാത്ത സാഹചര്യത്തിൽ നമുക്കതങ്ങനെ മടക്കി വെച്ച് സുഖമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ 5 പേർക്ക് ഇരിക്കാൻ പറ്റുകയുള്ളൂ എന്നേ ഉള്ളൂ. ഏതായാലും സ്പേസിൻ്റെ കാര്യത്തിൽ അങ്ങനെ നോക്കുമ്പോൾ കുറവുണ്ട് എന്ന് പറയാനും ആവില്ല. ഒന്നും അടയ്ക്കണ്ട. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ഗ്രാവൈറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഗ്രാവൈറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ധാരാളം ഫീച്ചേഴ്സുള്ള ഏറ്റവും വില കൂടിയ വേരിയൻറ്റിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ടത് ഈ സ്പെഷ്യൽ എഡിഷനിലേക്കാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിൽ മോശമല്ലാത്ത ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. തന്നെയല്ല, ഇതിലെ ഏറ്റവും വില കുറഞ്ഞ ഒരു 7 സീറ്റർ മൾട്ടിപർപ്പസ് വാഹനം കൂടിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അമിതമായ വില വാങ്ങിക്കുന്നില്ല, എന്നാൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഇൻറ്റീരിയർ കാണാം. ഞാൻ പറഞ്ഞല്ലോ 2025 റെനോ ട്രൈബറിന് ഫേസ് ലിഫ്റ്റ് സംഭവിച്ചു. പക്ഷേ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് പ്രീ ലിഫ്റ്റ് മോഡലിലാണ്. അതായത് ആദ്യകാലത്ത് നിങ്ങൾ കണ്ട ട്രൈബറിൻ്റെ ഏതാണ്ട് അതേപോലുള്ള ഡാഷ്ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടെ. എന്തായാലും പക്ഷേ അത് നല്ല ഭംഗിയുള്ള കാര്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം റെനോ കൈഗറിൻ്റെയും അതുപോലെ തന്നെ ട്രൈബറിൻ്റെയൊക്കെ ഇൻറ്റീരിയറാണ്. അത് നല്ല ഭംഗിയായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയറിലെ കളേഴ്സിലും വലിയ വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ സീറ്റിൻ്റെ കളേഴ്സിൻ്റെ കാര്യത്തിലാണ് പ്രധാനമായിട്ടും മാറ്റം വന്നിരിക്കുന്നത്. സീറ്റിൻ്റെ ഇപ്പോൾ ഒരു ബ്ലൂ നിറമുള്ള ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഇവിടെ നല്ല ഗ്രിപ്പുള്ള അൽക്കാൻഡ്ര അല്ല, പക്ഷേ അതുപോലെ തോന്നിക്കുന്ന ഒരു ഫാബ്രിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ കുറേ ലൈനുകളും ബ്ലൂ ലൈനൊക്കെ കൊടുത്ത് അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ഒരു ഹെഡ് റെസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇൻറ്റീരിയറിൽ നല്ല ഭംഗിയുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല കൂൾ കളേഴ്സൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ഇവിടെ ബ്ലാക്ക്, ഇവിടെ ഒരു ടെക്സ്റ്റൈഡ് ആയിട്ടുള്ള ബ്ലാക്ക്, വീണ്ടും ഒരു ബീജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയും ഒരു ഗ്ലോ ബോക്സ് ഉണ്ടെന്നുള്ള മറ്റൊരു പ്രത്യേകത. അപ്പോൾ 2 ഗ്ലോ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഡ്രൈവറിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു സ്ക്രീനുണ്ട്. ഇതിലൊരു റിവേഴ്സ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ക്യാമറ തരക്കേടില്ലാത്ത റെസൊല്യൂഷനുള്ള ഒരു ക്യാമറ എന്നേ പറയാനുള്ളൂ. അത്ര വലിയ സംഭവമായിട്ടൊന്നും പറയാനില്ല. പക്ഷേ 360 ഡിഗ്രി ക്യാമറ ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞ JBLൻ്റെ മ്യൂസിക് സിസ്റ്റവും നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ എഡിഷനിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇതിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തീരെ മോശം എന്ന് പറയാനാവില്ല. ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഒക്കെ നിങ്ങൾക്ക് വയർലെസ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്മാർട്ട് ഫോൺ ഇൻ്റഗ്രേഷൻ ഉണ്ട്. നിങ്ങൾക്ക് നാവിഗേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഇതിലേക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ വെഹിക്കിളിലേക്ക് പോവുകയാണെങ്കിൽ ഡ്രൈവിംഗ് ഇക്കോ മോഡ് അത്തരം കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇതിലാണ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ മോശമല്ലാത്ത ഒരു സ്ക്രീന് അല്ലെങ്കിൽ മോശമല്ലാത്ത ഇൻ്റർഫേസ് എന്നൊക്കെ പറയാനുള്ളൂ. വലിയ സംഭവമായിട്ടൊന്നും പറയാനില്ല. അതിനുള്ള വില വാങ്ങിക്കുന്നുള്ളൂ കേട്ടോ. ഫിസിക്കൽ സ്വിച്ചുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഇത് സെൻസറിൻ്റെ റിവേഴ്സ് സെൻസറിൻ്റെ സ്വിച്ച്, അതുപോലെ തന്നെ ഇവിടെ ലോക്കിൻ്റെ സ്വിച്ച്, അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഭംഗിയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ റോട്ടറി സ്വിച്ചുകളാണ്. ഈ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ റോട്ടറി സ്വിച്ചുകൾ, അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഒരു മൊബൈൽ ഫോൺ സൂക്ഷിക്കാം. ഇതും കൈകളൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചാർജിങ് പോയിന്റുകൾ കൊടുത്തിരിക്കുന്നു. ഇതാണ് ക്രൂയിസ് കൺട്രോളുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡാണ് നിങ്ങൾ അവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇതാണ് കീ നല്ല ഭംഗിയാട്ടോ. ഈ കീയൊക്കെ മാരുതിയൊക്കെ കണ്ടുപിടിക്കണം. മാരുതിയുടെയൊക്കെ ആ കൂതറ കീ ഇപ്പോഴും തുടരുകയാണ് എല്ലാ വാഹനങ്ങളിലും. അത് നമ്മൾ വിചാരിച്ചത് ഏറ്റവും പുതിയ EV വന്നപ്പോൾ അതിലെങ്കിലും മാറ്റം വരുമെന്ന്, അതുപോലും മാറ്റിയില്ല. അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെയൊക്കെയുള്ള പ്ലാസ്റ്റിക് പാർട്ടിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും എടുത്തു പറയണം. അത് ഞാൻ എടുത്തു പറയാൻ കാരണം നിസാൻ്റെ ഗോ പ്ലസ് എന്നൊക്കെ പറയുന്ന കുറേ വാഹനങ്ങളൊക്കെ വന്ന് വളരെ മോശം ക്വാളിറ്റി ആയിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ്, കൂടാതെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വലിയ ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ്. അത് കൂളിങ്ങും അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ ചിൽഡ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. സീറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് മാനുവലിയാണ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും ഒരു വേരിയൻറ്റിലും കൊടുത്തിട്ടില്ല. എന്തായാലും വളരെ മികച്ച സീറ്റിംഗ് പൊസിഷൻ. നമുക്ക് ഒരു SUVയുടെ ഉള്ളിലിരുന്ന് ഓടിക്കുന്ന അതേ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലാണ്. ഡോർ പാഡിലേക്ക് പോയാൽ അതിലൊരു ബോട്ടിൽ വയ്ക്കാം. അതുപോലെ നല്ല ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വടി ഒഴിവാക്കാമാരും തോന്നുന്നു. പഴയ മാരുതി 800 ലോക്ക് പോലത്തെ ഒരു വടിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ വടി ഇപ്പം മറ്റു സ്ഥലത്തൊന്നും കാണാനില്ല. നിന്തിരുവടി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോയാൽ ഇവിടെയൊക്കെ വളരെ ഭംഗിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന AC വെൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ ഡാഷ്ബോർഡ് നല്ല ഭംഗിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോൾ നിസാൻ്റെ തനത് രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്റ്റിയറിംഗ് വീല്, മോശമല്ലാത്ത ഒരു സംഭവമാണ്. ക്രൂയിസ് കൺട്രോൾ, അതുപോലെ മറ്റേ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ സെറ്റിങ്സ്, അത്തരം കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ വളരെ ഗംഭീരമായ ഒരു മീറ്റർ കൺസോളാണ്. നല്ല ബ്രൈറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മേൽഭാഗത്തുള്ള അധികം എന്താ പറയുക ലൈറ്റൊന്നും അടിക്കാത്ത രീതിയിൽ അതിനൊരു തലപ്പാവും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഫോൾഡിങ്ങും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നല്ല നിർമ്മാണ നിലവാരം, അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്ന കാര്യം. പിന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളായാലും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, അതും മോശമല്ല. അപ്പോൾ വിസിബിലിറ്റി ആയാലും മറ്റെല്ലാ കാര്യങ്ങളും വളരെ മുന്നിലാണ്. തന്നെയല്ല വളരെ കൂൾ കളേഴ്സ്, അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭംഗിയും ഒരു സുഖവും തോന്നുന്ന ഇൻറ്റീരിയർ തന്നെയാണ് വിളിക്കേണ്ടത്. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും നമുക്ക് നിസാന് നല്ല മാർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തൊരു സ്പേസ് എന്ന് തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനും പറഞ്ഞു പോകുന്ന സ്പേസാണ്. പക്ഷേ അത് കണ്ട് നിങ്ങൾ ഭ്രമിക്കേണ്ട. കാരണം വെച്ചാൽ ഇത് ഒത്തിരി മുന്നിലേക്ക് കയറ്റിയിട്ടിരിക്കുന്നു, ഇത് ഏറ്റവും മുന്നിലേക്ക് ഇട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും സ്പേസ് കാണുന്നത്. എങ്കിൽ പോലും മോശമല്ല. ഞാൻ പറയുന്നത് വെച്ചാൽ സബ് 4 മീറ്റർ 7 സീറ്റർ MPV എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോഴത്തേക്കും അമേസിങ് സ്പേസ് എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്നാലും ഇതിലൊക്കെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. മുന്നിലേക്ക് ഇത്രയും കയറ്റിയിടാം. ഇവിടെ ഇപ്പം നമുക്ക് എന്നിട്ട് പോലും സുഖമായിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇത് കുറേയൊക്കെ സ്ലാൻഡാൻ സാധിക്കും. അങ്ങനെ സുഖമായിട്ട് ചാരിയിരിക്കാം. ഇതെല്ലാം നല്ല രസകരമായ ഒരു കോൺഫിഗറേഷനൊക്കെയാണ് അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ 3 നിര സീറ്റുകളിലും ഡെഡിക്കേറ്റഡ് AC വെൻ്റ് ഉണ്ട് എന്നുള്ള മറ്റൊരു കാര്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. B പില്ലറിൽ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ AC-യുടെ ഫാനിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇവിടെ പിൻഭാഗത്തിരിക്കുന്നവർക്ക് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ഇവിടെ ഒരു ചാർജിങ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് സീറ്റ് ടൈപ്പ് പിൻഭാഗത്തേക്ക് ഒന്നും കൊടുത്തിട്ടില്ല. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഡോർ പാഡിലേക്ക് പോയാൽ അവിടെയും ഒരു ബോട്ടിൽ വയ്ക്കാം. നല്ല ആംബ്രസ്റ്റ്, അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ, നല്ല ഹൈറ്റുള്ള സീറ്റിംഗ് പൊസിഷനാണ്. അതുകൊണ്ട് തന്നെ വിൻഡോ ലൈൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ കൃത്യമായ കാഴ്ചകൾ കാണാവുന്ന രീതിയിൽ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സുഖമായിട്ടിരിക്കാം. പക്ഷേ ഇത് ഏറ്റവും ബാക്കിലേക്ക് ഇടുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, 3-ാം നിര സീറ്റ് ഇരിക്കുന്നയാളുടെ കാര്യം കട്ടപ്പുകയായി പോകും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിച്ച് സുഖമായിട്ടൊക്കെ പോവുകയാണെങ്കിൽ അങ്ങിരിക്കും. വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഇവിടുത്തെ ഈ ആംബ്രസ്റ്റ് ഞാൻ പറയാൻ വിട്ടുപോയി. നല്ലൊരു ആംബ്രസ്റ്റ് മുൻഭാഗത്ത് സീറ്റിൽ കൊടുത്തിട്ടുണ്ട്.
പക്ഷേ ഇവിടെ ആംറസ്റ്റ് കൊടുത്തിട്ടില്ല. ഇതൊരു സിംഗിൾ സീറ്റും ഇത് ഒരു നീണ്ട സീറ്റുമാണ്. എന്ന് പറഞ്ഞാൽ ഒരു 70-30 എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിലാണ് സീറ്റിൻ്റെ സ്പ്ലിറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വളരെ ഫ്ലാറ്റാണ് ഫ്ലോർ എന്നുള്ളതുകൊണ്ട് തന്നെ 3 പേർക്ക് സുഖമായിരിക്കാം. ഇതൊരു ശരിക്കും ഒരു 7 സീറ്റർ MPV തന്നെയായിട്ട് കണക്കാക്കാവുന്നതാണ്. പിൻഭാഗത്ത് കുറച്ചൊരു ക്രാംഡ് ആണെങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്തിരിക്കാവുന്നേ ഉള്ളൂ. പിന്നെ നല്ല തൈ സപ്പോർട്ടാണ്, തൈ സപ്പോർട്ടുണ്ട്. പിന്നെ ഈ നല്ല ഗ്രിപ്പുള്ള ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്കങ്ങ് സ്നേഹം തോന്നുന്ന രീതിയിലുള്ള സീറ്റിംഗ് പൊസിഷനും സീറ്റുകളും ഇൻറ്റീരിയറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി വിവാദ സ്ഥലത്തേക്ക് പോകും. വിവാദ സ്ഥലം എന്ന് വെച്ചാൽ എപ്പോഴും തേർഡ് റോ ആണല്ലോ. തേർഡ് റോ 7 സീറ്റർ വാഹനങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും വിവാദ സ്ഥലമാണ്. ഒരിക്കലും വലിയ സ്പേസ് ഒന്നും പ്രതീക്ഷിക്കരുത്. തന്നെയല്ല ഇത് ട്രൈബറിൻ്റെ അതേ പ്ലാറ്റ്ഫോമിൽ CMFA+ എന്ന് പറയുന്ന ആ ഒരു റെനോയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ നിർമ്മിച്ചാണ്. അതുകൊണ്ട് തന്നെ സ്പേസിനൊന്നും യാതൊരു വ്യത്യാസം വന്നിട്ടില്ല. എങ്കിലും നമ്മൾ മാമൂലുകൾ തെറ്റിക്കാതെ ഒന്ന് 3-ാം നിരയിലേക്ക് കൂടി കടന്നിരിക്കാം. മറ്റൊരു കാര്യം പറയാനുള്ളതാണ്, ഞാൻ വെളിയിൽ നിന്ന് കാണിച്ചില്ലേ, ഇവിടുന്ന് ഇതിങ്ങനെ കട്ട് ചെയ്ത് മേലോട്ട് പോകുന്നുണ്ട്. നല്ല ഹെഡ് സ്പേസാണ്. അതൊരു അമേസിങ് ഒരു ഡിസൈൻ തന്ത്രമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല നിങ്ങൾ മറ്റു കാര്യം ആലോചിക്കണം, ഇവിടെയും AC വെൻ്റ് ഉണ്ട്. പിൻഭാഗത്തേക്ക് ഈ റൂഫിൽ AC വെൻ്റ് ഉണ്ട്. എന്നിട്ട് പോലും ഒട്ടും ക്രാംഡ് അല്ലാത്ത ഹെഡ് സ്പേസ് കൊടുത്തിരിക്കുന്നത് ഗംഭീരമായിട്ടാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇനി 3-ാം നിരയിലേക്ക് പോകാം. അപ്പോൾ ബൈജു സാർ 3-ാം നിരയിലേക്ക് പ്രവേശിക്കട്ടെ. മഹാമായി വളരെ എളുപ്പത്തിൽ ഇവനെ മറച്ചിട്ട് കയറുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യം ശ്രദ്ധയിൽപ്പെടുക എന്താണ്, തൈ സപ്പോർട്ട് കുറവാണെന്നുള്ള കാര്യം തന്നെയാണ്. കാരണം പ്ലാറ്റ്ഫോം പിന്നിലേക്ക് വരുമ്പോഴത്തേക്ക് ഉയർന്നു വരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ റൂഫ് ഉയരുന്നതുകൊണ്ട് നമുക്ക് ഒട്ടും തന്നെ ക്രാംഡായുള്ള ഫീലില്ല. ഇനി ഇദ്ദേഹത്തെ കണ്ടോ അടച്ചൊക്കെ വയ്ക്കുമ്പോൾ ഇത് ഏറ്റവും പിന്നിലേക്ക് ഇട്ടിരിക്കുന്നത്. ഏറ്റവും പിന്നിലേക്ക് ഇടുമ്പോൾ എനിക്ക് വളരെ കഷ്ടിച്ചാണ് ഇരിക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് മുന്നിലേക്ക് തള്ളാൻ സാധിക്കും. മുന്നിലേക്ക് തള്ളിക്കഴിയുമ്പോൾ കുറേ കൂടെ ലെഗ് സ്പേസ് കിട്ടും. എങ്കിലും ഈ തൈ സപ്പോർട്ട് ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ കൊച്ചുകുട്ടികൾക്കാണ് സുഖമായിരിക്കുന്നത്. പക്ഷേ കൊച്ചുകുട്ടികൾക്ക് 3 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും എന്നുള്ളത് മറ്റൊരു കാര്യം. മുതിർന്നവർക്കും ചെറിയ യാത്രകളിലൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. എന്നാൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിൻഭാഗത്തേക്കുള്ള ഈ ഒരു ഡെഡിക്കേറ്റഡ് AC വെൻ്റാണ്. അത് സമ്മതിച്ചേ പറ്റും. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ ചെറുതാണെങ്കിലും മോശമല്ലാത്ത രീതിയിൽ കോർണർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും 12 വോൾട്ടിൻ്റെ ചാർജിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് C-ടൈപ്പ് കൊടുക്കാമെന്ന് പറയും. C-ടൈപ്പിന് വലിയ ചിലവുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. കാരണം എല്ലാവരും C-ടൈപ്പിൻ്റെ അടുത്ത് പിശുക്കുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ചില്ലറ പൈസ വരും കേട്ടോ. അങ്ങനെ ഒരു ചെറിയ സ്പേസ് കൊടുത്തിരിക്കുന്നു. എന്തായാലും എക്സെപ്റ്റ് തൈ സപ്പോർട്ട് നല്ലൊരു സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതുകൂടി ആകാമായിരുന്നു. എങ്കിൽ 2 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഹെഡ് റെസ്റ്റും കാര്യങ്ങളും അതുപോലെ സീറ്റ് ബെൽറ്റും അതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു സബ്-4 വാഹനമാണെന്നുള്ളതാണ്. അതിൻ്റെ അത് ഇത്ര ഉൾക്കൊള്ളിച്ചു എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും സമ്മതിച്ചേ പറ്റൂ. ആ ഒരു സ്പേസ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുണ്ട്. ശ്യാമ ഇതൊന്ന് മുന്നിലേക്കൊന്ന് തള്ളിയിട്ട് ഒരല്പം കൂടി ഒന്ന് സ്പേസ് കാണിക്കാമോ? അപ്പോൾ ഈ സീറ്റ് ഇപ്പോൾ ശ്യാമ ഒരല്പം മുന്നിലേക്ക് തള്ളിയിട്ടു. അപ്പോൾ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്, കാര്യമായിട്ടുണ്ട്. അപ്പോഴും തൈ സപ്പോർട്ട് പ്രശ്നമായിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ സ്പേസിൻ്റെ കാര്യത്തിൽ മോശമല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മിഡിൽ റോ സീറ്റിൽ അപ്പോൾ തീരെ സ്പേസ് കുറഞ്ഞില്ലെന്ന്. ഇല്ല, കുറഞ്ഞിട്ടില്ലെന്നുള്ളതാണ് രസകരമായ കാര്യം. അതുകൂടെ ഒന്ന് എടുക്കുക ശ്യാമ, അതുകൂടെ ഒന്ന് കാണിക്കാം. കണ്ടോ, ഇവിടെ എത്രയും ബാക്കിലേക്ക് തള്ളിയപ്പോഴും മിഡിൽ റോയിൽ ഒട്ടും തന്നെ സ്പേസ് കുറയുന്നില്ല എന്നുള്ളത് നല്ല ഗംഭീരമായൊരു കാര്യമാണ്. കണ്ടോ, എന്നിട്ട് ഇത് സുഖമായിട്ട് അങ്ങോട്ട് ഫോൾഡ് ചെയ്ത് പോകുന്നുണ്ട്. അത്രയധികം സ്പേസ് അവിടെയുണ്ട്. എന്ന് പറയുമ്പോൾ യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ് എന്ന് പറയുന്നത് ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു 7 സീറ്റർ സബ്-4 MPV വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ണടച്ച് വാങ്ങിക്കാൻ പറ്റും ഈ ഒരു വാഹനത്തെ. ഈ ബാക്ക് സീറ്റിനുള്ള തൈ സപ്പോർട്ട് ഒഴിച്ചു നിർത്തിയാൽ എല്ലാ തരത്തിലും ഒരു ഗംഭീര പാക്കേജാണ്. കുറച്ചുകൂടി പൈസ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു 1000 യൂണിറ്റ് മാത്രം വിൽക്കും എന്ന് കമ്പനി പറയുന്ന ആ ഒരു ലിമിറ്റഡ് എഡിഷനിലേക്ക് പോകാവുന്നതാണ്. ലോഞ്ച് എഡിഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഓടിച്ച് നോക്കാം. എഞ്ചിനിലൊന്നും യാതൊരു മാറ്റമില്ല, പ്ലാറ്റ്ഫോമിൽ മാറ്റമില്ല, സസ്പെൻഷനിൽ മാറ്റമില്ല, ഒന്നുമില്ലെങ്കിലും ഓടിച്ച് നോക്കാമെന്ന് പറയുന്ന മാമൂലും നമ്മൾ ലംഘിക്കുന്നില്ല.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് സീറ്റിംഗ് പൊസിഷനാണ്. നല്ല ഹൈറ്റുള്ള സീറ്റിംഗ് പൊസിഷനാണ്. അതോടൊപ്പം തന്നെ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. അത് പറഞ്ഞപ്പോഴാണ് സ്റ്റിയറിംഗ് നമ്മൾ ഇത് ടൈറ്റ് ചെയ്തില്ലല്ലോ എന്നാലോചിച്ചത്. അപ്പോൾ അങ്ങനെ വളരെ മികച്ചൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടെത്താം. പിന്നെ നമ്മളിതാ ബാക്കിലേക്കൊക്കെ നോക്കുമ്പോൾ എത്രത്തോളം വലിയൊരു വാഹനമാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള വലിപ്പം ഇൻറ്റീരിയറിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും വളരെ മികച്ച ഒരു സീറ്റിംഗ് പൊസിഷനും ഇൻറ്റീരിയറൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ലോഞ്ച് എഡിഷൻ എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അത് ഡീലർഷിപ്പിൽ തന്നെയാണ് അതിൻ്റെ ആക്സറീസ്, അധികമുള്ള ആക്സറീസൊക്കെ ഫിറ്റ് ചെയ്യുന്നത്. അതിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ മുന്നിൽ നമ്മൾ കണ്ട സി ഷേപ്പുള്ള ആ ഒരു ഭാഗത്തൊക്കെ ചെറിയ ഓറഞ്ച് ആക്സൻസ് വരും. അതുപോലെ തന്നെ ആംബിയൻ ലൈറ്റിങ്, 360 ഡിഗ്രി ക്യാമറ, JBLൻ്റെ മ്യൂസിക് സിസ്റ്റം, അങ്ങനെ പല കാര്യങ്ങളും അതിൽ ആഡ് ചെയ്ത് വരും. അപ്പോൾ അത് 1000 എണ്ണം ഉള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ 1000 എന്നൊക്കെ പറയുന്ന അതിൽ സാധാരണ ഇത്തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റൊക്കെ വിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അതിലേക്ക് പോകാം. എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ AMDയിലേക്ക് പോകുന്നത് നന്നായിരിക്കും. കാരണം ഏറ്റവും പുതിയ നിസാൻ്റെ അതുപോലെ റെനോ ഗ്രൂപ്പിൻ്റെയൊക്കെ AMD ട്രാൻസ്മിഷൻ മോശമല്ല. അപ്പോൾ ഒരു ഓട്ടോമാറ്റിക്കിന് സുഖമൊക്കെ AMD കിട്ടും. അത് ഓടിച്ച് ശീലിച്ചാൽ മതി. മാനുവൽ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ. എങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ സ്മൂത്താണ്. വളരെ സ്ലീക്കായിട്ടുള്ള ഗിയർ ഷിഫ്റ്റൊക്കെ ഉണ്ട്. പിന്നെ ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ലോകോത്തര സസ്പെൻഷനാണ് കേട്ടോ. CMFA+ എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം തന്നെ റെനോ ഗ്രൂപ്പിൻ്റെ ഏറ്റവും മികച്ചൊരു പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ A+ എന്ന് പറയുന്ന ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോമാണിത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏറ്റവും പുതിയ ടെസ്റ്റർ അടക്കമുള്ളതൊക്കെ വരാൻ പോകുന്നത് ഇതിൻ്റെ വകഭേദങ്ങളിലാണ് വരാൻ പോകുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. പിന്നെ എഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഇതിലൊരു ടർബോ പെട്രോൾ എഞ്ചിൻ വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചെങ്കിലും അത് വന്നില്ല. നമ്മൾ ഇത്രയും കാലം ഓടിച്ചു വന്നിരുന്ന അതേ എഞ്ചിൻ തന്നെയാണ്, ഡ്രൈവറിലെ അതേ എഞ്ചിൻ തന്നെയാണ് ഇപ്പോൾ ഇതിലും കൊടുത്തിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഒരു ചെറിയ നിരാശ വാഹന പ്രേമികൾക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റുകൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഇത്തരം വാഹനങ്ങൾ അധികവും വാങ്ങിക്കുന്ന എല്ലാം ഫാമിലീസ് ആയിരിക്കും. അവർക്ക് ഇതിൻ്റെ ഒരു ആവശ്യമേ ഉള്ളെന്നൊരു തോന്നലുണ്ടാകാം. മറ്റൊരു കാര്യമുള്ളത്, ഇതിന് 19.3 മാനുവലിനും 19.6 AMDക്കും കമ്പനി മൈലേജ് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 20 കിലോമീറ്റർ അടുത്ത് മൈലേജ് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായാലും 17 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെയാണല്ലോ കുടുംബങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ 7 പേരൊക്കെ ഇരുന്ന് പോയി കഴിയുമ്പോൾ അത്രയും മൈലേജ് കിട്ടുമെന്നുള്ള കാര്യത്തിലും ഒക്കെ സംശയമുണ്ട്. കാരണം അത്രയും വെയിറ്റും കൂടി ഒക്കെ വരുമ്പോൾ എന്തായാലും 5,60,000 രൂപ എക്സ്ഷോറൂം വിലയിൽ ആരംഭിക്കുന്നൊരു വാഹനമാണ് ഇത് എന്ന് വിശ്വസിക്കാനാവില്ല. അത്രയധികം നിർമ്മാണ നിലവാരവും സസ്പെൻഷൻ മികവും എല്ലാം ഉണ്ട്. സസ്പെൻഷൻ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ 7 സീറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ ഗംഭീരമായ രീതിയിൽ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു ഫ്ലോട്ടിംഗ് സസ്പെൻഷനാണ്. അപ്പം നിസാൻ്റെയും റെനോയുടെ സസ്പെൻഷൻ വിഖ്യാതമാണല്ലോ, അത് തന്നെയാണല്ലോ ഇതിലുള്ളത്. ഇപ്പോഴും നമുക്കറിയാം പഴയ ഡസ്റ്ററിൻ്റെയൊക്കെ സസ്പെൻഷൻ എത്രത്തോളം മികച്ചതാണെന്നുള്ള കാര്യം. അപ്പോൾ അത്തരം കുറേ ഗുണങ്ങൾ ഉള്ള ഒരു സഫോമീറ്റർ 7 സീറ്റർ മൾട്ടിപർപ്പസ് വാഹനമാണിത്. അപ്പോൾ എഞ്ചിനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സേഫ്റ്റി നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗുകൾ, ABS, EBD അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. തരക്കേടില്ലാത്ത റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. എങ്കിലും 360 ഡിഗ്രി ക്യാമറ ആണെങ്കിൽ നിങ്ങൾ ലോഞ്ച് എഡിഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എഞ്ചിനാണെങ്കിൽ ഡ്രൈവറിൻ്റെ അതേ 1 ലിറ്റർ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. 72 bhp ആണ് ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. 96 Nm മാക്സിമം ടോർക്ക്. 5 സ്പീഡ് മാനുവലും 5 സ്പീഡ് AMTയുമാണ് ഈ വാഹനത്തിൻ്റെ ട്രാൻസ്മിഷനുകൾ. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അടുത്ത സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു CNG വരുന്നുണ്ട്. CNGയിലുള്ളത് ഡ്യുവൽ സിലിണ്ടറാണ്. എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഇപ്പോൾ തന്നെ വളരെ പരിമിതമായിരിക്കുന്ന ബൂട്ട് സ്പേസ് പൂർണ്ണമായിട്ട് അപഹരിക്കുന്ന ഒരു ഡ്യുവൽ സിലിണ്ടർ CNG കിറ്റായിരിക്കും ഇതിൽ ഘടിപ്പിക്കാൻ പോകുന്നത്. അത് പക്ഷേ ഉടൻ തന്നെ വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. ബ്രേക്കിങ് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എഞ്ചിൻ ഒരു അല്പം നോയ്സിയാണ്. 3 സിലിണ്ടർ ആണല്ലോ. തന്നെയുമല്ല അങ്ങനെ ഭയങ്കര പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തരുന്നൊരു എഞ്ചിനൊന്നുമല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഉള്ള സമയത്ത് ഇത് ഇത്രയും മികച്ച ഒരു ലുക്കുള്ള ഗ്രാവൈറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചിലപ്പോൾ ഡ്രൈവറിൻ്റെ വിൽപ്പന എനിക്ക് കുറയാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഡ്രൈവറിൽ ഈ ഒരു ടർബോ പെട്രോൾ എഞ്ചിന് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഊഹിച്ചാണ് കേട്ടോ. എന്തായാലും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ള ഡ്രൈവറിൻ്റെ കാര്യത്തിൽ, ഡ്രൈവറിന് ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയതാണ്. എന്ന് പറഞ്ഞാൽ അതും മോശമല്ല. സേഫ്റ്റിയുടെ കാര്യത്തിലും മോശമല്ല. ഗ്രൗണ്ട് ക്ലിയറൻസ് മോശമല്ല. എല്ലാ തരത്തിലും ഇന്ത്യക്ക് പറ്റിയ ഒരു വാഹനം എന്ന് തന്നെയാണ് നമുക്ക് ഇതിനെ വിളിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഡ്രൈവറിനെ നിങ്ങൾ കണ്ട് മടുത്തെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ലുക്കുള്ള ഒരു 7 സീറ്റർ സഫോമീറ്റർ വാഹനമാണിത്. വിലയും വളരെ കൂടുതലൊന്നും ഇല്ല. CNG വേണമെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ താമസമില്ലാതെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗ്രാവൈറ്റിന് 8 വേരിയൻസ് ആണുള്ളത്.
അതിൻ്റെ എൻട്രി ലെവൽ മോഡലിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് യൂട്യൂബേഴ്സ് പറയുന്ന അതേ ഭാഷയിൽ പറയാം. അതായത് 5,65,000 രൂപയുള്ള ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം വില ഇതിൻ്റെ എൻട്രി ലെവൽ മോഡലിന്. അതിനുശേഷം തൊട്ടടുത്ത വേരിയൻറ്റിന് 6,59,000, പിന്നെ അതിൻ്റെ തൊട്ടടുത്ത വേരിയൻറ്റ് 7,20,000. നമ്മളിപ്പോൾ ഇന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ടെക്ന എന്ന് പറയുന്ന മാനുവൽ ട്രാൻസ്മിഷനുള്ള ടോപ്പ് എൻഡ് മോഡലിന് 7,91,000 രൂപയാണ്. അതിനുശേഷം ഇതിൻ്റെ തന്നെ ഒരു ലോഞ്ച് എഡിഷൻ ഉണ്ട് ഈ ഒരു മാനുവലിൻ്റെ. പിന്നെ നേരെ നിൽക്കടാ. അതിനുശേഷം ഈസി ഷിഫ്റ്റ് അല്ലെങ്കിൽ ഈസി ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ AMT മോഡലാണ്. AMT മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്ന വില എന്ന് പറയുന്നത് 7,80,000 രൂപയാണ്. അതിൻ്റെ തന്നെ ടെക്ന എന്ന് പറയുന്ന ടോപ്പ് എൻഡ് മോഡലിലേക്ക് വരുമ്പോൾ 8,49,000 രൂപ എക്സ്ഷോറൂം വില. അതിൻ്റെ തന്നെ ഈ ലോഞ്ച് എഡിഷൻ അതേ വില തന്നെയാണ് ഇട്ടിരിക്കുന്നത്, 8,49,000 രൂപ. വേറൊരു കാര്യമുള്ളത് 3 ഇയേഴ്സ് വാറൻറ്റിയും കമ്പനി കൊടുക്കുന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൺ റോഡ് എൻട്രി ലെവൽ മോഡൽ 6,78,000 രൂപയ്ക്ക് കിട്ടും. ടോപ്പ് എൻഡ് മോഡൽ അതായത് സ്പെഷ്യൽ എഡിഷൻ എന്ന് പറയുന്നത് ലോഞ്ച് എഡിഷൻ 10,59,000 രൂപയ്ക്കും കിട്ടും. അപ്പോൾ 6,78,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് കിട്ടുന്ന ഒരു 7 സീറ്റർ വാഹനം എന്ന് പറയുന്നത് ഇന്ത്യൻ വിപണിയിൽ വേറെ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേറെ യാതൊരു ചോയ്സും ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. നിങ്ങൾ എന്തായാലും ഇത് വാങ്ങിച്ചേ പറ്റൂ, അത് വേണമെന്നുണ്ടെങ്കിൽ. എങ്കിൽ പോലും അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. തന്നെയുമല്ല ഇൻറ്റീരിയറിലെ സ്പേസും മോശമല്ല. അപ്പോൾ നിസാൻ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി നമുക്കറിയാമല്ലോ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണ്. ഇന്ത്യയിൽ മാത്രമാണ് വേണ്ട രീതിയിൽ മോഡലുകൾ കൊണ്ടുവരാതിരിക്കുന്നത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ടൊയോട്ട അടക്കം അങ്ങനെയാണല്ലോ, ഇന്ത്യക്ക് വേണ്ട മോഡലുകൾ ഇങ്ങനെ കഷ്ടിച്ച് തരും. നമ്മളിങ്ങനെ ഇതൊക്കെ മതി എന്നുള്ള മട്ടിൽ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യക്ക് പറ്റുന്ന മോഡലുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലും വലിയൊരു മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് നിസാൻ്റെ കാര്യത്തിൽ. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ അധികവും ഊന്നൽ കൊടുക്കുന്നത് എക്സ്പോർട്ടിൻ്റെ കാര്യത്തിലാണ്. ഇന്ത്യയിൽ നിർമ്മിക്കുക, എക്സ്പോർട്ട് ചെയ്യുക, അങ്ങനെ ലാഭം ഉണ്ടാക്കാമെന്നാണ് തോന്നുന്നു ഇവരുടെയൊക്കെ ഒരു ലക്ഷ്യം. എന്തായാലും ഈ ഗ്രാവൈറ്റ് നന്നായിട്ട് വിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം രൂപത്തിലായാലും ഭാവത്തിലായാലും കാര്യപ്രാപ്തിയിലായാലും ഇദ്ദേഹം വളരെ മുന്നിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വില വളരെ കൂടുതൽ കൊടുക്കേണ്ട ആവശ്യവുമില്ല. അപ്പോൾ AMT മോഡൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപയിൽ താഴെ വാങ്ങിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് വേണമെങ്കിലും നിങ്ങൾക്ക് ഗ്രാവൈറ്റ് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്തായാലും നിസാന് ശോഭനമായ ഒരു ഭാവി ആശംസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.